അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ Redmi 10 സീരീസിലെ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് Redmi 10 Prime. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റും സംഭവം എല്ലാം തന്നെ നമുക്ക് പറയാം കൺഫേം ഒക്കെ ആണ്. ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവുന്നത് സെപ്റ്റംബർ 3 ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് Redmi Note 10 സീരീസ് ഒക്കെ അറിയായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റും 10 സീരീസിലെ ഒരു ഫോൺ തന്നെയാണെന്ന്. പക്ഷേ ഇപ്രാവശ്യം പല Redmi 10 സീരീസിലെ ഫോണൊക്കെ ലോഞ്ച് ആകാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ Redmi Note 10 Liteനെ പറ്റി പല ലീക്സും റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ ചിലപ്പോൾ ഇന്ത്യയിൽ വരാനുള്ള ചാൻസ് ഒക്കെ പറയുന്നൊക്കെ തന്നെയുണ്ട്. പിന്നെ ലീക്സിലൊക്കെ പറയുന്നത് Redmi Note 10 Lite എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ Note 9 Proന്റെ റീബ്രാൻഡഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ Note 9 Pro ശരിക്കും പറഞ്ഞാൽ Note 9S റീബ്രാൻഡഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം Xiaomi തന്നെ പറയും നോം തന്നെയാണ് Realme എന്നൊക്കെ തന്നെ. ഇത് തന്നെയാണ് Xiaomi ഒക്കെ ചേർത്ത് അവരുടെ ബ്രാൻഡൊക്കെ ശരിക്കും പറഞ്ഞാൽ റീബ്രാൻഡ് ചെയ്ത് ബ്രാൻഡ് ഉണ്ടാക്കുക. എനിക്കറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ Redmi 10 സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ Redmi 10 Prime എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവുന്നൊക്കെ ഉണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് എക്സാക്ട്ലി Redmi 10 പോലെയൊക്കെ തന്നെയാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവുന്നത് സെപ്റ്റംബറിലൊക്കെ തന്നെയാണ്. അപ്പൊ ആദ്യം ഈ ഫോണിന്റെ ഡിസ്പ്ലേയും സംഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ വരാൻ പോകുന്നത് 6.5 ഇഞ്ചിന്റെ FHD+ ഡിസ്പ്ലേ ആണെന്ന് പറയുന്നുണ്ട്. ഇത് 90 Hz ആണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫോണിൽ വരുന്നത് 405 dpi സ്ക്രീനൊക്കെ ആയിട്ടാണ്. പിന്നെ ഇതിൽ Gorilla Glass സ്ക്രീനിന്റെ സപ്പോർട്ടുമായിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലത്തെ സംഭവമൊക്കെ തന്നെ ഈ ഫോണിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് പറയാം ഒരു എക്സാമ്പിൾ Redmi 10 സീരീസ് ഒക്കെ പോലെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് MediaTekന്റെ Helio G88 ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ GPU പറ്റി പറയുകയാണെങ്കിൽ ഇത് Mali G52 ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലത്തെ സംഭവമൊക്കെ തന്നെ വരുന്നുണ്ട് സ്പെസിഫിക്കേഷനിലൊക്കെ തന്നെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന 50 മെഗാ മെയിൻ ലെൻസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 8 മെഗാ അൾട്രാ വൈഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 2 മെഗാ മാക്രോ ഡെപ്ത് ഒക്കെ വരുന്നുണ്ട്. ഓവറോൾ നിങ്ങൾക്ക് വേഗം 4 സെൻസേഴ്സ് ആണ് വരുന്നത്. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ 8 മെഗാ ആണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് തന്നെയല്ല സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് Android 11 ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഈ സ്മാർട്ട് ഫോൺ MIUI 12.5 ഒക്കെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ പ്ലസ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടെ ഉണ്ട്. അത് ഒരു നല്ല സംഭവം തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ബാറ്ററി സംഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 5000 mAh ആണെന്ന് പറയുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് ബോക്സിലൊക്കെ. പിന്നെ 9 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവമൊക്കെ തന്നെയുണ്ട് ഈ ഫോണിലൊക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്ന 4GB RAM 64GB വേരിയന്റ്, 4GB RAM 128GB വേരിയന്റ്, പിന്നെ 6GB RAM 128GB ലോഞ്ച് ആവുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 464 ശരിക്കും പറഞ്ഞാൽ വരുന്നത് 13,300 രൂപയ്ക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 128GB പറയുന്നത് 14,800 rupees ആവുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 6/128 16,600 rupees ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതും എല്ലാം തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷനും സംഭവം തന്നെ. എനിക്ക് പറയാനുള്ളത് സെയിം തന്നെയാണ്. നമുക്ക് ഓരോ Redmi 10 ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് 6/128 പോവാതെ ഇരിക്കുന്നതൊക്കെ തന്നെയായിരിക്കും ഭേദം. ഞാൻ പറയുന്നത് മാക്സിമം പോകുന്നത് 664 നല്ല ഓപ്ഷനൊക്കെ തന്നെയായിരിക്കും. അത് നമുക്ക് പറയുന്ന നല്ല ഓപ്ഷനൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ Redmi Note 10 സീരീസിന്റെ പ്രൈസിങ് നിങ്ങൾ കണ്ടു കാണാതിരിക്കും. അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. മെയിൻ കാരണം ഇരിക്കുന്നത് Redmi 10 സീരീസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ സീരീസിന്റെ വില നമുക്ക് പറയാൻ പറ്റും കൂടുതലായിക്കൊണ്ട് Helio G88 ഈ വിലക്ക് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഒക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് Redmi Note 10 Proയിലോട്ടോ ആ സ്മാർട്ട് ഫോണിലോട്ടോ പോകുന്നതായിരിക്കും ഭേദമൊക്കെ തന്നെ ഈ ഫോണിലോട്ട് പോകുന്നതിന് പകരം. അപ്പോൾ ഇതും നമുക്ക് പറയാൻ ഓവറോൾ നല്ല ഇതൊക്കെ തന്നെയാണ്, നല്ല ഫോണൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് 16,000 rupees കൊടുത്തിട്ട് ആ 6/128 പോകാതെ ഇരിക്കുന്നതായിരിക്കും ഭേദമൊക്കെ തന്നെ. അപ്പോൾ ഇതും എല്ലാം തന്നെയുള്ളായിരുന്നു ഈ വീഡിയോക്കകത്തൊക്കെ. അപ്പോൾ എനിക്കറിയാം ഈ വീഡിയോക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നതൊക്കെ. പക്ഷെ ഞാൻ ഈ ഫോണിനെ പറ്റി ഞാൻ ബേസിക് ആയിട്ടുള്ള സംഭവമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സെപ്റ്റംബർ 3 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്തൊക്കെയാവുന്നൊക്കെ തന്നെ. പിന്നെ Redmi Note 10 Liteനെ പറ്റിയൊക്കെ ലീക്സ് ഒക്കെ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോൺ ചിലപ്പോഴൊക്കെ ചാൻസ് ഉണ്ടെന്ന് റീബ്രാൻഡ് ചെയ്തും അതൊക്കെ ചെയ്തിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാവുമെന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്തൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.